ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് കുറച്ച് ക്രെയിൻ ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളാണ്. അതിനായിട്ട് 21 സെൻറ്റിമീറ്ററിൽ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുക്കാം. എന്നിട്ട് അത് കോർണർ ടു കോർണർ അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സൈഡ് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി പേപ്പർ ഈക്വൽ ഹാഫായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നമുക്കിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൻ്റെ അറ്റത്ത് ഡയമണ്ട് ഷേപ്പിലുള്ള ആ ഭാഗത്ത് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി അതിൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം മുകളിലേക്കായിട്ട് വയ്ക്കാം. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും ട്രയാങ്കിൾ ഷേപ്പിൽ സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. മുകളിലും താഴെയും ഒരേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മടക്കിയെടുത്ത ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കാനായിട്ട് എളുപ്പമാണ്. ആ മടക്ക് വീണ ഭാഗത്തിലൂടെ തന്നെ അതേ രീതിയിൽ മടക്കിയെടുക്കാം. രണ്ട് വശവും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുള്ള പോർഷൻ താഴോട്ടേക്കായിട്ട് മടക്കി കൊടുക്കാം. സെൻറ്ററിലുള്ള പോർഷൻ അതേപോലെ തന്നെ വെക്കാം. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കിയെടുക്കാം. എപ്പോഴും ഫ്രണ്ടിൽ ചെയ്ത് കഴിയുമ്പോൾ അതേ രീതിയിൽ തന്നെ അടുത്ത വശവും ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, മുകളിലേക്കായിട്ട് രണ്ട് വശത്തു നിന്നും ഇതേപോലെ പേപ്പർ മടക്കി കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡും അതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി രണ്ട് സൈഡിൽ നിന്നുള്ള പേപ്പർ അതേപോലെ ഒന്ന് അകത്തേക്ക് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ മാത്രം പേപ്പറിൻ്റെ അറ്റം അതേപോലെ ചെറുതായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. അതാണ് ഹെഡ് പോർഷൻ. ഇനി അതിൻ്റെ ചിറകുകളൊക്കെ രണ്ട് സൈഡിലേക്കുമായിട്ട് ഒന്ന് വിടർത്തി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ബൈ.